ഇപ്പോഴത്തെ കുട്ടികൾ എതിർത്ത് സംസാരിക്കുന്നു. ശരിയല്ലേ? കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. പാരൻസ് എന്തായാലും മോശം വരാൻ വേണ്ടി ഒന്നും പറയുകയില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് ഇങ്ങനെ? നമ്മൾ നമ്മുടെ പാരൻസിനോടൊന്നും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ കുട്ടികൾ എന്താണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്? എന്തെന്നാൽ നമ്മൾ അവരെ ഉപദേശിക്കുന്നത് അവർക്ക് വളരെ നല്ല കാര്യമാണ്. നമ്മൾ അവരുടെ തെറ്റുകൾ തിരുത്തുന്നത് അവർക്ക് വളരെ ബെനിഫിഷ്യലാണ്. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി ഇവിടെ വളരെ ഡിസ്റ്റർബ്ഡാണ്. നമ്മുടെ ശബ്ദത്തിന് മുമ്പ് ഈ ഡിസ്റ്റർബ്ഡ് എനർജിയാണ് ആദ്യം അവരുടെ അടുത്ത് പോകുന്നത്. കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. നമ്മൾ അവരുടെ നല്ലതിനു വേണ്ടി പറയുന്നു, എന്നിട്ടും അവർ അനുസരിക്കുന്നില്ല. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും പരീക്ഷണത്തിന് റെഡിയാണോ എല്ലാവരും? ഓക്കെ, 1 എക്സ്പെരിമെൻറ്റ്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ നെഗറ്റീവ്സ് ഒന്നും പറയുകയില്ല, ഓൺലി പോസിറ്റീവ്സ് മാത്രം. ദിവസവും അവരുടെ പ്ലസ് പോയിൻറ്റ്സ് അവരെ കേൾപ്പിക്കൂ. പ്ലസ് പോയിൻറ്റ്സ് ചിന്തിക്കൂ, അവരോട് പറയൂ. നമ്മൾ ദിവസവും ഒരാളുടെ പ്ലസ് പോയിൻറ്റ്സ് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ ശക്തി എങ്ങനെയാവും? വർദ്ധിച്ചു വരും. നമുക്കവരുടെ തെറ്റുകൾ തിരുത്തി പഠിപ്പിക്കണമല്ലോ. അത് മനസ്സിലാക്കാൻ അവർക്ക് എന്തു വേണം? ശക്തി വേണം. അപ്പോൾ ദിവസവും അവരെ അവരുടെ എന്തെങ്കിലും പ്ലസ് പോയിൻറ്റ്സ് കേൾപ്പിച്ചുകൊണ്ടിരിക്കൂ. താങ്കൾ എത്ര നന്നായി വീട് കീപ്പ് ചെയ്യുന്നു, താങ്കൾ എത്ര ഭംഗിയായി എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വയ്ക്കുന്നു, താങ്കൾ എത്ര സിൻസിയറാണ്. അങ്ങനെ ദിവസവും എന്തെങ്കിലും ഒരു പ്ലസ് പോയിൻ്റ് അവരെ കേൾപ്പിക്കൂ. പിന്നെ പറഞ്ഞു തിരുത്തേണ്ട കാര്യം കുറച്ച് നാളത്തേക്ക് അവരോട് പറയുകയേ ചെയ്യരുത്. എന്നാൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ എന്താണ് നമ്മൾ അവരെ പറഞ്ഞു തിരുത്താൻ ആഗ്രഹിക്കുന്നത് അവർക്ക് മനസ്സിലൂടെ കൊടുക്കണം. വാക്കുകൾ കൊണ്ട് പറയരുത്. വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്നു. റിയാക്ഷൻ എപ്പോഴും ബന്ധങ്ങൾ വഷളാക്കും. മുന്നിൽ നിൽക്കുന്ന കുട്ടിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. അവർ പറയും, മതിയാക്കൂ, ദിവസവും ഇത് കേട്ട് ഞാൻ മടുത്തു. അവർ പറയാറില്ലേ, ദിവസവും ഒരേ കാര്യം തന്നെ. ഇതിൽ നിന്ന് എന്ത് സംഭവിക്കും? ആ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. എന്തെന്നാൽ സെയിം ടോപ്പിക്, പവർ ഓഫ് ദി മൈൻഡ്. പരമാത്മാവിനെ ഓർത്തുകൊണ്ട് ഇവിടെ നിന്ന് പരമാത്മാവുമായി കണക്റ്റ് ചെയ്ത് നല്ലൊരു തോട്ട് അവരിലേക്ക് പാസ് ചെയ്യൂ. താങ്കൾ വളരെ സ്നേഹമുള്ള ആത്മാവാണ്. താങ്കൾക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായം ഇതാണ്, താങ്കൾ ഇത് ചെയ്യുന്നത് താങ്കൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അത് ഇവിടെ നിന്ന് പാസ് ചെയ്യൂ. വാക്കുകൾ കൊണ്ട് ഒരിക്കലും പറയരുത്. ബന്ധം സ്ട്രോങ് ആകും. മുന്നിൽ നിൽക്കുന്ന കുട്ടിയുടെ ശക്തി വർദ്ധിച്ചു വരും. എപ്പോൾ അവരുടെ ശക്തി വർദ്ധിച്ചു വരുന്നുവോ നമ്മൾ ദിവസവും ഈ സങ്കല്പത്തിൻ്റെ വിത്ത് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കണം. പയ്യെ അവർക്ക് ആ കാര്യം മനസ്സിലാക്കുന്നതിനും അത് അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുമുള്ള ശക്തിയുണ്ടാകും. ഇത് ചെയ്യുന്നതിലൂടെ ആരുടെ മനസ്സ് ആദ്യം ശാന്തമാകും? ചിലപ്പോഴൊക്കെ ഒരു കാര്യം ദിവസവും സംഭവിക്കുന്നു. സിമ്പിളായിരിക്കും. കുട്ടികൾ പഠിക്കുന്നില്ല. ഇപ്പോൾ അതൊരു മന്ത്രം പോലെ ആയിട്ടുണ്ട്. കുട്ടികൾ പഠിക്കുന്നില്ല. ദിവസവും പറയുന്നു കുട്ടികൾ പഠിക്കുന്നില്ല, എൻ്റെ കുട്ടി പഠിക്കുന്നില്ല. വീട്ടിൽ വരുന്നവരോടും പറയുന്നു കുട്ടി പഠിക്കുന്നില്ല. ഇത് ഇത്രയും തവണ പറയുമെന്നാൽ അത് വീട്ടിനുള്ളിൽ ഒരു എനർജി തന്നെ ക്രിയേറ്റ് ചെയ്യും. കുട്ടി പഠിക്കുന്നില്ല. ഈ പെർഫ്യൂം മുറിയിൽ നിറച്ചിട്ട് കുട്ടിയോട് പറയും, പോയിരുന്ന് പഠിക്ക്, മുറിയിൽ പോകൂ, പഠിക്കൂ. ആ മുറിയിൽ നിറച്ചിരിക്കുന്ന എയർ ഫ്രഷ്നർ എന്താണ്? കുട്ടി പഠിക്കുന്നില്ല. ഈ മുഴുവൻ വൈബ്രേഷനും അവരുടെ മനസ്സിൻ്റെ സ്ഥിതിയെ എഫക്റ്റ് ചെയ്യുന്നു. അവർ പഠിക്കാനിരിക്കുന്നു, 5 മിനിറ്റ് പഠിക്കാൻ ശ്രമിക്കുന്നു. മുഴുവൻ എനർജിയും കുട്ടിക്ക് കിട്ടുന്നത് പഠിക്കുന്നില്ല. പുസ്തകം മടക്കി വയ്ക്കുന്നു, പറയുന്നു എനിക്ക് പഠിക്കണ്ട, ഞാൻ പോകുന്നു, കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് എയർ ഫ്രഷ്നർ നിറച്ച് നോക്കൂ മുറിയിൽ. അതായത് ആ വൈബ്രേഷൻ അവരുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യണം. അവർ ആ കാര്യം ചെയ്യാൻ തുടങ്ങണം. പക്ഷേ ആ പോസിറ്റീവ് തോട്ട് എന്തായിരിക്കണം? നമ്മുടെ മനസ്സിൽ നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. ഈ പരിസ്ഥിതിയിൽ ആ വ്യക്തിക്ക് വേണ്ടി എന്ത് സങ്കല്പമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? എന്തു പറയും? വളരെ ശ്രദ്ധിച്ചു ചിന്തിക്കണം. ഇവരുടെ ഏകാഗ്രതാ ശക്തി ഹയ്യസ്റ്റാണ്. വളരെ ശക്തിശാലി ആത്മാവാണ്. പവർഫുൾ സോൾ.
കോൺസെൻട്രേഷൻ പവർ ഹയസ്റ്റ് ആണ്. സ്വന്തം കഴിവിനേക്കാൾ കൂടുതൽ പഠിക്കുന്നു. വിജയം ഇവർക്ക് സുനിശ്ചയമാണ്. 4 വരികൾ. ഇത് പ്രാർത്ഥനയാണ്, ഇത് അനുഗ്രഹമാണ്, ഇത് വരദാനമാണ്. ഇതിനുവേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ വളരെ ദൂരെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. സന്യാസി മഹാത്മാക്കളുടെ അടുത്ത് പറയാറുണ്ട്, അനുഗ്രഹിക്കൂ കുട്ടിയെ, എൻ്റെ കുട്ടിക്ക് എക്സാമാണ്. അവർ അനുഗ്രഹിക്കും. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ അനുഗ്രഹം അവർക്കില്ലെങ്കിലോ നമുക്ക് അവരുടെ ഭാഗ്യം ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. ആശീർവാദത്തിൽ ഇത്രയും ശക്തിയുണ്ട്, നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഭാഗ്യം മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് വീട്ടിൽ അനുഗ്രഹത്തിൻ്റെ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലേ? ചെയ്യില്ലേ? 4 ലൈൻസ്, 4 വരികൾ. വളരെ ഈസി. ശക്തിശാലി ആത്മാവാണ്. കോൺസെൻട്രേഷൻ ശക്തി ഹയസ്റ്റ് ആണ്. സ്വന്തം കഴിവിനേക്കാൾ കൂടുതൽ പഠിക്കുന്നു. ഇവർക്ക് വിജയം സുനിശ്ചയമാണ്. എനർജി. നമ്മൾ അവർക്ക് വേണ്ടി എനർജി ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം മാത്രമാണ് കൊടുക്കുന്നത്. പാൽ കൊടുക്കുന്നു, ബദാം കൊടുക്കുന്നു. ഇതെല്ലാം വളരെ നല്ല കാര്യമാണ്. പക്ഷേ ശരീരത്തിന് ശക്തി ലഭിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സിനും ശക്തി ലഭിക്കണം. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. രാവിലെ എണീക്കൂ, 5 മിനിറ്റ് പരമാത്മാവിനെ ഓർക്കൂ, ഈ എനർജി റേഡിയേറ്റ് ചെയ്യൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പരമാത്മാവിനെ ഓർക്കൂ, ഈ എനർജി റേഡിയേറ്റ് ചെയ്യൂ. എപ്പോൾ കുട്ടിയെ പറ്റി ഓർക്കുന്നുവോ, എക്സാമിനെ പറ്റി ഓർക്കുന്നുവോ, ഈ എനർജി റേഡിയേറ്റ് ചെയ്യൂ. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്ന്, നിങ്ങളുടെ കുട്ടികൾക്ക് എക്സാമാണോ, ഫുൾ സ്റ്റോപ്പ്. ഞങ്ങളിങ്ങനെ വീട്ടിൽ സംസാരിക്കാറില്ല. നോ തോട്ട്സ് ഓഫ് ആങ്സൈറ്റീസ്, നോ തോട്ട്സ് ഓഫ് ടെൻഷൻ. പവർഫുൾ ഹൗസ്, ഹൈ എനർജി ഹൗസ്. ഹൈ എനർജി ഹൗസിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും? അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ഏകാഗ്രമായിരിക്കും, ഒറ്റച്ചിന്തയായിരിക്കും. അവർക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടായിരിക്കും. അവരുടെ ക്ഷമത വർദ്ധിക്കും. ഇത് ചെയ്യുമ്പോൾ അവർ പഠിത്തത്തിൽ മാത്രമല്ല ഉയരുന്നത്, അവരുടെ മാർക്ക് മാത്രമല്ല ഉയരുന്നത്, അവരുടെ ആത്മശക്തിയും വർദ്ധിക്കുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എക്സാമിൻ്റെ ടൈമിൽ പേടി വരുന്നു, ആങ്സൈറ്റീസ് വരുന്നു. നമ്മളവരെ ബെസ്റ്റ് സ്കൂളിൽ അയച്ചു, ബെസ്റ്റ് കോച്ചിങ് കൊടുത്തു, ബെസ്റ്റ് ഡയറ്റ് കൊടുത്തു. ഇനി നമുക്കവർക്ക് ഹൈ എനർജി കൊടുക്കണം. നമ്മുടെ വീടെല്ലാം ഹൈ എനർജി സ്പേസ് ആക്കണം. റെഡിയല്ലേ എല്ലാവരും? നമ്മുടെ വീട് ഹൈ എനർജി സ്പേസ് ആക്കണം. അതായത് ആര് നമ്മുടെ വീട്ടിൽ താമസിച്ചാലും അവരുടെ മനസ്സിൻ്റെ ശക്തി ക്ലീൻ, പഴയ കാര്യങ്ങൾ ഡിലീറ്റ്, ഏകാഗ്രത ശക്തി ഹയസ്റ്റ്. ഇന്നത്തെ കുട്ടികൾ പറയുന്നു കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെന്നാൽ വീടിൻ്റെ എനർജി ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മൾ കുട്ടികളോട് പറയും കോൺസെൻട്രേഷൻ ചെയ്യൂ, അവർ പറയും സാധിക്കുന്നില്ല. നമ്മൾ പറയും കോൺസെൻട്രേഷൻ ചെയ്യൂ, അവർ പറയും പറ്റുന്നില്ല. കോൺസെൻട്രേഷൻ വാക്കുകളിലൂടെ ചെയ്യാൻ പറ്റില്ല. അതിനു പറ്റിയ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, നമ്മുടെ കയ്യിൽ എന്തോരം എനർജി ഉണ്ടായിരുന്നു. നമ്മൾ മുഴുവൻ ദിവസവും ആവശ്യമില്ലാത്ത കാര്യത്തിന് വേസ്റ്റ് ചെയ്തു. ടിപ്പ് ടിപ്പ് ടിപ്പ്. എനർജി ഹാസ് ടു ബി സേവ്ഡ്. നമ്മൾ ഈ 4 തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പരിസ്ഥിതിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റുന്നു. ഏത് പരിസ്ഥിതിക്ക് വേണ്ടിയാണോ മുഴുവൻ പാരൻസും എക്സാം വന്നാൽ പറയുന്നത് ടെൻഷനും വരും. എക്സാമായിട്ട് കുട്ടിക്ക് ടെൻഷനില്ലെങ്കിൽ നമ്മൾ പറയും നിനക്ക് പരീക്ഷയായിട്ട് യാതൊരു ടെൻഷനുമില്ലേ. അതെങ്ങനെ ശരിയാവും? നാളെ പരീക്ഷ ആയിക്കൊണ്ട് യാതൊരു ടെൻഷനുമില്ല. അതായത് വി ടീച്ച് ദം ഹൗ ടു ഗെറ്റ് സ്ട്രെസ്, വി ടീച്ച് ദം ഹൗ ടു ഗെറ്റ് സ്കെയർഡ്. അവർക്കറിയില്ല എന്താണ് പേടി, എന്താണ് ആങ്സൈറ്റി. നമ്മൾ പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ അവരെ പഠിപ്പിക്കണം സ്റ്റേബിൾ ആകാനും പവർഫുൾ ആകാനും. ഏത് പരിസ്ഥിതിയിലാണോ നമ്മൾ ആദ്യം നെഗറ്റീവ് ചിന്തിച്ചിരുന്നത്, അതേ സെയിം പരിസ്ഥിതിയിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി? 4 വരികൾ, ഓൺലി 4 തോട്ട്സ്. ഈ പരിസ്ഥിതിയിൽ നമ്മുടെ ചിന്തകൾ ചേഞ്ചായി. നമ്മുടെ ചിന്തകൾ ഈ സിറ്റുവേഷൻസിനെ മാറ്റാൻ തുടങ്ങും. ചിന്തകൾ മാറുമ്പോൾ വീടിൻ്റെ എനർജി മാറും, സിറ്റുവേഷൻസ് മാറും. എക്സാം വരും, എക്സാം പോകും, വീടിൻ്റെ ശക്തി വർദ്ധിക്കും, കുട്ടികളുടെ ക്ഷമത വർദ്ധിക്കും, വിജയവും ഉറപ്പാകും. ആ പവറെല്ലാം ഇവിടെയാണ്.
ഇവിടെ. എന്നാൽ ശ്രദ്ധയില്ലാതെ എല്ലാവരും നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്താൽ കുട്ടിയുടെ കഴിവ് 80% നിന്നും 70% കുറയും. എന്തെന്നാൽ എനർജി ലെവൽ ലോ ആണ്. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും യൂസ് ചെയ്യണം. ഫോർ എവറി സിറ്റുവേഷൻ.